ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ലൈറ്റ് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ഡൈവാസ്റ്റ് ഗോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. മട്ടാസോ ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പോൾ അതിലെ 4th സിംഗിള് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 4 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ മ്യൂസിക്കിൽ ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് സോങ്. അപ്പോൾ സോങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിവേകാണ്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശേഖർ വിജയാണ്. ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇത് പാടിയിരിക്കുന്നത് യുവശങ്കർ രാജ. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും യുവശങ്കർ രാജ തന്നെയാണ്. അപ്പോൾ വിജയുടെ യങ് ലുക്കാണ് ഇതിൽ ഈ പാട്ടിൽ. അതായത് ഡ്യുവൽ റോളാണല്ലോ, അതിൽ യങ് ആയിട്ടുള്ള വിജയാണ് ഈ പാട്ടിൽ നമുക്ക് അതിൽ കാണുവാനായിട്ട് സാധിച്ചത്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ പാട്ടിൻ്റെ തുടക്കം തന്നെ അദ്ദേഹത്തിന് തന്നെ മുൻകാല ചിത്രങ്ങളിലെ കുറേ റെഫറൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പോക്കിരി, തിരുപ്പാച്ചി, ശിവകാശി, അങ്ങനത്തെ കുറേ ചിത്രങ്ങൾ. ഇപ്പോൾ പിന്നെ കത്തി, തുപ്പാക്കി, തെറി, മെർസൽ, മാസ്റ്റർ, സർക്കാർ, അങ്ങനത്തെ ചിത്രങ്ങളുടെ കുറേ റെഫറൻസുകൾ നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ലിറിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ മൊത്തത്തിൽ പറയുമ്പോൾ വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ പാട്ടിൻ്റെ വരികളായിക്കോട്ടെ, ഇത് കണ്ടപ്പോൾ തന്നെ ഇതിന് മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നമുക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് തോന്നിയത്, നിരാശയാണ് തോന്നിയത്. കാരണം ഗോട്ട് എനിക്ക് തോന്നുന്നു സമീപകാലങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഇറങ്ങിയ വിജയ് ചിത്രങ്ങളിലെ ഏറ്റവും മോശം പാട്ടുകളുള്ള ചിത്രം ഒരുപക്ഷെ ഗോട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിജയ് ചിത്രം എന്ന് പറയുമ്പോൾ ചിത്രം ഹിറ്റായിക്കോട്ടെ ഫ്ലോപ്പ് ആയിക്കോട്ടെ, പക്ഷേ ഇതിലെ പാട്ടുകൾ എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റായിരിക്കും. അത് പണ്ട് തൊട്ടില്ല, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം തൊട്ടുള്ള കാഴ്ചയാണത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം വളരെ മോശമായിട്ടൊരു ആൽബമാണ് യുവശങ്കർ രാജ വിജയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. യുവശങ്കർ രാജയും വിജയും തമ്മിലുള്ള രണ്ടാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ ചിത്രം പുതിയ ഗീതയായിരുന്നു, 2003 പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം യുവശങ്കർ രാജയ്ക്ക് ലഭിക്കുന്നത് തന്നെ. അപ്പോഴത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം കൊണ്ടും വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. മൊത്തത്തിൽ 4 സോങ്സും വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അതും ഈ സോങ് ആയിക്കോട്ടെ, കുറച്ചേ ലിറിക്സ് ഉള്ളൂ, പിന്നെ കൂടുതലും പാട്ടേടിയൊക്കെയാണ്. പക്ഷേ പാട്ടേടിയ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പാട്ടേടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പാട്ടേടിയ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നല്ലൊരു അനിരുദ്ധമൊക്കെ കൊടുക്കുന്ന പോലെ രീതിയിലുള്ളൊരു ഇതിലേക്കൊന്നും വന്നില്ല. വിജയ്ക്ക് കറക്റ്റായിട്ടുള്ളത് അനിരുദ്ധാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞകാല ചിത്രങ്ങളിലെല്ലാം അനിരുദ്ധ് നല്ല ബെസ്റ്റായിട്ടുള്ള മ്യൂസിക്കാണ് വിജയ്ക്ക് വേണ്ടി കൊടുത്തത്. അതിനു മുമ്പ് തെറിക്കാത്ത ജി വി പ്രകാശ് ആയിക്കോട്ടെ, പുലിക്കാത്ത DSP ദേവശ്രീ പ്രസാദ് ആയിക്കോട്ടെ, തുപ്പാക്കി ഹാരിഷ് ജയരാജ് ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായ ബെസ്റ്റാണ് വിജയ്ക്ക് കൊടുത്തത്. പക്ഷേ യുവശങ്കർ രാജ ഗോട്ടിലേക്ക് വരുമ്പോൾ യുവശങ്കർ രാജ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം വേണ്ടത്ര വിനിയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വെങ്കട് പ്രഭുവാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കൽപ്പാത്തി അഴകോരമാണ്. അർച്ചന കൽപ്പാത്തി എസ് അഴകോരമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം സെപ്റ്റംബർ 5 തിയേറ്ററിലേക്ക് എത്തും. അതായത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുവാനായിട്ട്. പക്ഷേ ആ ഒരു സമയത്ത് ട്രെയിലർ കണ്ടൊരു ഹൈപ്പിന് ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഹൈപ്പ് കുറച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത സിംഗിളും കൂടെ വരുമ്പോൾ വീണ്ടും ഹൈപ്പ് കുറഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സിംഗിളൊക്കെ വിട്ടപ്പോൾ തന്നെ ഹൈപ്പ് കുറവായിരുന്നു. അതിനുശേഷം ആ ട്രെയിലർ വന്നപ്പോഴാണ് ആൾക്കാർക്കൊരു സമാധാനമായത്. പക്ഷേ അത് ഹൈപ്പ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാട്ട് പുറത്തു വിട്ടതോടുകൂടി. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രം റിലീസിന് എത്തുവാനായിട്ട്. സെപ്റ്റംബർ 5 ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ആരാധകർക്കായിക്കോട്ടെ, വിജയുടെ ഫാൻസിനായിക്കോട്ടെ, ജനറൽ ഓഡിയൻസിനായിക്കോട്ടെ ഒരു മിക്സഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ പാട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ മോശമായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വിജയ് പോലെ ദളപതി വിജയ് എന്നുള്ള ആ ഒരു ബ്രാൻഡിൽ നിന്നും ഇതൊന്നുമല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള രീതിയിലേക്ക് ഉയരാനായിട്ട് ഗോട്ടിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.